പ്രസ് സ്റ്റോപ്പിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇന്ന് പത്രങ്ങളൊക്കെ നൽകിയിരിക്കുന്ന വാർത്ത ഇന്നലെ ഷാങ്ഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ റഷ്യയിലെയും ചൈനയിലെയും അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്സുമായിട്ടുള്ള ലോക രാഷ്ട്രത്തലവന്മാരുമായിട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഇടിമുഴക്കം എന്നുള്ളതാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ശബ്ദമുയർത്തി പ്രധാനമന്ത്രി, ഭീകരതയോട് ഇരട്ടത്താപ്പ് അരുതെന്ന് മോദി, പരാമർശം പാക് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി, പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് SCO എന്നുള്ള വാർത്തകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്നാണ് നമ്മൾ എന്നൊരു ഫോട്ടോയും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്, ഷീ ജിൻപിങ് ഉണ്ട്, പുടിനുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോയും അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും ആ വാർത്ത ഇന്ന് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും US-ൻ്റെ ഇരട്ട ചുങ്കവുമായി ബന്ധപ്പെട്ട തീരുവ തിരിച്ചടികൾക്ക് മറ്റൊരു തരത്തിലുള്ള നയതന്ത്ര നീക്കം വളരെ കൃത്യമായി നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ ഒരു റൂട്ട് മാപ്പ് മറ്റൊരു തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നതിൻ്റെ വാർത്ത എന്ന നിലക്കാണത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ കൂടെ പുതുലോകക്രമത്തിന് ആഹ്വാനം എന്ന തലത്തിലാണ് ദേശാഭിമാനി അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. US-ന് താക്കീതായി ഈ ഉച്ചകോടി മാറിയിരിക്കുന്നു. ആഗോള ഭരണ സംവിധാനം വേണം, ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം, ഭീകരവാദത്തെ പരാജയപ്പെടുത്തണം, വികസന ബാങ്ക് രൂപീകരിക്കും. അങ്ങനെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്നാൽ കുറേ കൂടി ഒരു പുതുലോകക്രമം ഉണ്ടാകുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായി കൂട്ടുചേർന്നിട്ടുള്ള ഒരു നയതന്ത്ര നീക്കവും നയതന്ത്ര ബന്ധവുമായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി മറ്റൊരു ലോകക്രമത്തിലേക്ക് മാറുന്നു. അതിൽ ഇന്ത്യയുടെ തന്നെ പഴയ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന റഷ്യയുമായി കുറേ കൂടി അടുക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ബന്ധത്തെ കുറേ കൂടി മെച്ചപ്പെടുത്തുന്നു, ഊഷ്മളമാക്കുന്നു. ചൈനയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവിടേക്ക് കൂടി അത്തരത്തിൽ കൂടിയുള്ള ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ദേശാഭിമാനിയിൽ പറഞ്ഞ് വെക്കുന്നത്. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട 2 കാർട്ടൂണുകളാണ്. അതൊന്നിൽ മാധ്യമത്തിലാണ് ഒരു കാർട്ടൂൺ വന്നിരിക്കുന്നത്. ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ എന്ന് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും നിൽക്കുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് ആ കാർട്ടൂൺ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാർട്ടൂൺ അത് കേരള കൗമുദിയിലാണുള്ളത്. അതിൽ ഒരു ട്രംപ് ഇന്ത്യയെ കുത്താനായി വരുന്ന സമയത്ത് അത് വലിയൊരു ചൈന വരുന്ന ഒരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊരു വളരെ രസകരമായൊരു ചിത്രം ഇന്ന് കേരള കൗമുദിയിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റും. അതാണ് മറ്റൊരു വാർത്തയുള്ളത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ മറ്റു വാർത്തകൾ കൂടിയുണ്ട്. അത് മലയാള മനോരമയുടെ മുകളിലുള്ള മറ്റൊരു വാർത്തയാണ്. അത് ന്യൂനപക്ഷ ഇളവ് പുനഃപരിശോധിക്കണമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇടപെടലുമായി സുപ്രീം കോടതി വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് ചീഫ് ജസ്റ്റിസ് പരിശോധിക്കണം, വിടണമോ എന്ന് ചീഫ് ജസ്റ്റിസ് പരിശോധിക്കണം എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളിലെ ദുർബലരെ പരിഗണിക്കണം എന്നുള്ളതാണ്. ന്യൂനപക്ഷ സ്കൂളുകളിൽ ഈ RT നിയമപ്രകാരം 25% സീറ്റുകളിൽ ദുർബല വിഭാഗക്കാർക്ക് പ്രവേശനം നൽകുന്നത് ന്യൂനപക്ഷ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നില്ല. സ്കൂൾ നടത്തുന്ന വിഭാഗത്തിൽ തന്നെയുള്ള ദുർബല വിഭാഗക്കാരെ പരിഗണിച്ചാൽ മതിയാകും തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണത്. മറ്റു പത്രങ്ങളിൽ അങ്ങനെ കാണാത്തൊരു വാർത്തയാണ്. കുറേ കൂടി ഇതായി ആ വാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും വരുമ്പോൾ ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയുമായി പട്നയിൽ നടന്ന റാലിയുടെ സമാപന സമ്മേളനമാണ്. വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനമാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അണിനിരന്നിട്ടുണ്ട്. ഉൾപേജുകളിൽ എല്ലാ പത്രങ്ങളിലും ഇന്ന് വളരെ ഗൗരവമായി തന്നെ കുറേ അധികം വാർത്തകൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു പത്രങ്ങളിൽ ഇന്ന് വളരെ സജീവമായി ഉണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ദ ഹിന്ദുവിൽ വന്നതാണ്. മറ്റ് പത്രങ്ങൾ മാധ്യമം വളരെ വിശദമായി തന്നെ മാധ്യമം പത്രത്തിൻ്റെ മുൻപേജിലും ആ വാർത്തയുണ്ട്. വിൽ ആക്സെപ്റ്റ് SIR ക്ലെയിംസ് അൻറ്റിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻസ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ അവസാന തീയതിയായി അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന വോട്ടർ പട്ടികയുടെ ഈ പരിഷ്കരണം പൂർണ്ണമായും ഇപ്പോൾ അവസാനിപ്പിക്കില്ല. അതിന് അവസാന തീയതി എന്ന് പറയുന്നത് നോമിനേഷൻ നൽകുന്നതിൻ്റെ ആ ദിവസം വരെ, ആ ഡേറ്റ് വരെ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ നൽകാം എന്നുള്ള വാർത്ത ദ ഹിന്ദുയിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മാതൃഭൂമിയിൽ തന്നെയുള്ള വാർത്തയാണ്. അതിലൊന്ന് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ളതാണ്. 2 വാർത്തകൾ. ഒന്ന് ക്ഷേമ സർക്കാർ എന്നുള്ളതാണ്. ജനപിന്തുണ കൂട്ടാൻ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടും, ക്ഷാമബത്ത നൽകും എന്നുള്ളതാണ്. മറ്റൊന്ന് ക്ഷാമ സർക്കാർ എന്നുള്ളതാണ്. കമ്പനികൾക്ക് നൽകാനുള്ള
കുടിശ്ശിക 158 കോടി രൂപ ബാക്കി നിൽക്കുന്നു. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം നിർത്തി. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ നിലച്ചേക്കും എന്നുള്ള 2 തരത്തിൽ ആ വാർത്തയെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ന് മംഗളം പത്രത്തിലുള്ള ഒരു വാർത്തയാണ്. അത് ഈ കുറേ കൂടി ഒരു സ്പെക്കുലേറ്റീവ് വാർത്ത എന്ന നിലക്ക് കൂടിയാണ് അതിനെ കാണേണ്ടതും. കേസ് സ്പീക്കർ അറിയിച്ച് ക്രൈംബ്രാഞ്ച്, രാഹുൽ അറസ്റ്റിലേക്ക് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൻ്റെ വിവരങ്ങൾ നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെ ക്രൈംബ്രാഞ്ച് അറിയിച്ചു. രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ നടപടി എന്നുള്ള നിലക്കാണ് മംഗളം ഇന്ന് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മറ്റു പത്രങ്ങളിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഉൾപേജുകൾ വളരെ ഗംഭീരമായി ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ മാതൃഭൂമി പറയുന്നത് വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബ് എന്നുള്ള ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ്. വോട്ടർ അധികാര യാത്ര സമാപിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ബീഹാറിൽ മാറ്റത്തിൻ്റെ കാറ്റെന്ന് നേതാക്കൾ എന്ന് പറയുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുന്നതിൻ്റെ സൂചന എന്നുള്ള വാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട്. മോദിക്ക് മുഖം പുറത്തു കാട്ടാനാവില്ല, ശക്തി കളിച്ച് മഹാഗഡ്ബന്ധൻ എന്നിങ്ങനെ ആ വാർത്തയിൽ പലതരത്തിലുള്ള വാർത്തകൾ അതിൽ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയുണ്ട്. അത് ദേശാഭിമാനിയുടെയും 7-ാം പേജിലാണ് ആ വാർത്തയുള്ളത്. അത് 39 മണ്ഡലങ്ങളിൽ 1.88 ലക്ഷം വ്യാജ വോട്ട്. അത് ബീഹാറിൻ്റെ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൂടുതൽ പിഴവുകൾ പുറത്തുവിട്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്നുള്ളതാണ്. പലതരത്തിലാണ് ആ വാർത്തകൾ, ആ തരത്തിലുള്ള വ്യാജ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. 39 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്രയും വോട്ടുകളുണ്ട്. 1.2 ലക്ഷം വോട്ടർമാരുടെ പേരും ബന്ധുവിൻ്റെ പേരും ഒന്ന് തന്നെയാണ്. മാതാപിതാക്കളുമായി പലർക്കും പ്രായ വ്യത്യാസം 5 വയസ്സ് മാത്രമാണ്. 25,862 എണ്ണത്തിൽ പേരും ബന്ധുവിൻ്റെ പേരും പ്രായവും ഒന്ന് തന്നെ. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ആകെ നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിന് മുകളിൽ 16 ലക്ഷത്തോളം വരുന്ന വ്യാജ വോട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 5000-ലധികം ആളുകൾക്ക് ഉത്തർപ്രദേശിൽ വോട്ട് ഉണ്ട് എന്നുള്ള കണക്കുകൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള അടക്കമുള്ള ദേശാഭിമാനിയിൽ ആ വാർത്ത അവിടെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമ പത്രത്തിലെ ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് 9-ാം പേജിലാണ് ആ വാർത്തയുള്ളത്. അത് ഒരു ചിത്രമാണ്. അത് MA ബേബി തള്ളി മാറ്റുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടവകാശ യാത്രയുടെ സമാപനത്തിൽ പട്നയിൽ നടന്ന റാലിക്ക് മുന്നോടിയായി ഗാന്ധി പ്രതിമയിലേക്കുള്ള പുഷ്പാർച്ചന നടത്താനെത്തിയ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ. MA ബേബിയെ തള്ളിമാറ്റുന്നത് കണ്ട ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഉദ്യോഗസ്ഥരെ ശാസിച്ച ശേഷം ബേബിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ 2 ചിത്രങ്ങൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് മറ്റാർക്കും ഇല്ലാത്ത ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ വാർത്ത അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ തന്നെ ഉള്ള ഒരു വാർത്തയാണ്. അതും മാതൃഭൂമിയിലാണ് ആ വാർത്തയുള്ളത്. അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള കേസ് യുവതിയുമായി ബന്ധമുള്ളവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു വാർത്ത ഇന്ന് മറ്റ് പത്രങ്ങളുടെ ഉൾപേജുകളിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് പേജ് 5-ൽ മനോരമ പത്രത്തിലാണ് ആ വാർത്തയുള്ളത്. ശബരിമലയിൽ ദേവസ്വം ബോർഡ് യൂട്ടേണിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള തിരുത്തൽ സത്യവാങ്മൂലം നൽകാൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തി എന്നുള്ളതാണ്. അതായത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ദേവസ്വം ബോർഡ് കുറെ കൂടി മയപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ നിലവിൽ തുടർന്നു പോന്നിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന തരത്തിൽ ഉള്ള ശ്രമം നടത്തുകയും ഒപ്പം അയ്യപ്പ സംഗമം പോലുള്ള ഒരു നീക്കത്തിലൂടെ ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നീക്കം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനും BJP-നും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ കൂടി അവരുടെ നീക്കം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി പറയുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും കാണാൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്ന് പേജ് 9-ൽ തന്നെ മനോരമയിലുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഉള്ള വാർത്തകൾ വെച്ചാണ് പറയുന്നത്. VS വിരുദ്ധ നീക്കങ്ങൾ തുറന്നെഴുതി പീരപ്പങ്കോട് മുരളി എന്നുള്ളതാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആവശ്യപ്പെട്ടത് യുവ വായാടി. മലപ്പുറത്ത് VS-നെ തോൽപ്പിക്കാൻ നോക്കി, കോഴിക്കോട് ഭരണഘടനാ ഭേദഗതിക്ക് ശ്രമിച്ചു എന്നിങ്ങനെയുള്ള വാർത്തകളും അതിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും മാതൃഭൂമിയിലേക്ക് വന്നാൽ അതൊരു ഫോട്ടോയാണ്. അത് ഓണക്കാലത്ത് കാണുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അത് വീറോഡ് എന്നുള്ളതാണ്. ഓൾ കേരള വീൽ ചെയർ റൈഡ്സ് ഫെഡറേഷൻ കുന്നംകുളം ബദനി സ്കൂളിൽ നടത്തിയ ഓണാഘോഷത്തിൽ നടന്ന വടംവലി മത്സരമാണ്. ചക്ര കസേരകളിൽ ഇരുന്നുകൊണ്ട്
വടം വലിക്കുക, അതിനെ വലിയ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു ചിത്രമാണ്. വളരെ കൗതുകമുള്ള, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. മാധ്യമം പത്രത്തിൻ്റെ അവസാന പേജിൽ ഇന്നൊരു വാർത്തയുണ്ട്. അത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ചർച്ചയാവുന്ന ഒരു വാർത്തയാണ്. അത് ജീവിത സഖിയെ ശുശ്രൂഷിക്കാൻ സ്വയം വിരമിച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തി, അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി എന്നുള്ള വാർത്തയും കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ ഉണ്ട്. അതിൽ ചില വാർത്തകൾ, കൗതുകമുള്ള ചില വാർത്തകൾ കൂടിയുണ്ട്. ഓണസദ്യക്ക് 1,180 മുതൽ 2,000 രൂപ വരെ വില വരുന്നു എന്നുള്ള മംഗളത്തിലെ വാർത്തയടക്കം നിരവധി വാർത്തകളുണ്ട്. ഏതായാലും നമ്മളിവിടെ പ്രസ് സ്റ്റോപ്പ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്.